എന്തുകൊണ്ടാണ് മദീന ഏറ്റവും പവിത്രതയുള്ള മണ്ണായത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ പറയാനുള്ള മറുപടി ഇതാണ്. ഇന്നദ്ദജ്ജാല ലയതൂഫന്നൽ അർള്, ഇന്നദ്ദജ്ജാല ലയതൂഫന്നൽ അർള അസ്ബഖ മിനർരീഹ്. കാറ്റിനേക്കാൾ വേഗത്തിലായിരിക്കും മസീഹുദ്ദജ്ജാൽ നാളെ ലോകം മുഴുവനും പര്യടനം നടത്തുക. കാറ്റിനേക്കാൾ വേഗത്തിൽ ദജ്ജാൽ ഇങ്ങനെ ലോകം ഇങ്ങനെ കറങ്ങുമെന്നാണ്. ഇല്ലൽ മദീന, പക്ഷേ ആ ദജ്ജാലിന് എൻ്റെ മദീനയിലേക്ക് കടക്കാൻ കഴിയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ മദീനയിലേക്ക് അവനിക്ക് നോ എൻട്രിയാണ്, അവനിക്ക് പ്രവേശനമില്ല. എന്താ കാരണം? ആ മദീനയുടെ എല്ലാ വഴികളിലും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ്. മാമിൻ ത്വരീഖിൻ മിൻ തുറുഖിൽ മദീന ഇല്ലാ വഫീഹൽ മലായിക. മദീനയുടെ എല്ലാ വഴികളിലും അല്ലാഹുവിന്റെ മാലാക്കമാരുടെ ഒരു സംരക്ഷണമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന. അവിടെ മലക്കുകളാണ് കാവൽ നിൽക്കുന്നത്. അതുകൊണ്ട് ആ മലക്കുകൾ കാവൽ നിൽക്കുന്ന മദീനയിലേക്ക് ദജ്ജാലിന് പ്രവേശനമില്ല. അതാണ് പുണ്യനബിയുടെ മദീന. എന്താണ് ആ മദീനയുടെ പ്രത്യേകത? ആ മദീനയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഒരാൾ ഒരു കുറ്റം ചെയ്താൽ അയാൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെക്കേണ്ട ആവശ്യം ആ മദീനയിൽ ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹയാത്ത് കാലത്ത് മായിസ് ബിൻ മാലിക് എന്ന് പറയുന്ന സ്വഹാബിയത പുണ്യനബിയുടെ സന്നിധാനത്തിലേക്ക് വരുന്നു. യാ റസൂലല്ലാഹ് സനൈതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാനൊരു വ്യഭിചാരിയാണ്. ഫർജുംനി, എന്നെ എറിഞ്ഞു കൊല്ലണം നബിയേ, എന്നെ എറിഞ്ഞു കൊല്ലണം നബിയേ. ഒരാൾ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നല്ല, നേരെ വരികയാണ് അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക്. എന്നിട്ട് പറയണ, റസൂലേ ഞാൻ വ്യഭിചാരിയാണ്, റസൂലേ എന്നെ എറിഞ്ഞു കൊല്ലണം, ഇസ്ലാമിന്റെ ഹദ്ദ് എന്നിൽ നടപ്പിലാക്കണമെന്ന് മായിസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന അവസ്ഥ. അത് അള്ളാന്റെ റസൂലിന്റെ മദീനയിലല്ലാതെ പിന്നെ എവിടെ ഉണ്ടാവുക? അതാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സനൈതു യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂല് അവിടെ പരിശോധന നടത്തുകയാണ്. അബിക ജുനൂൻ, മായിസേ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ മായിസേ? നിങ്ങൾ ഭ്രാന്ത് പിടിച്ചുകൊണ്ടാണ് എൻ്റെ അരികിലേക്ക് വന്നുകൊണ്ട് ഞാൻ വ്യഭിചാരിയാണെന്ന് പറയുന്നത്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിനോട് മായിസ് പറയുന്നത്, മാബീ മിൻ ജുനൂൻ, റസൂലേ എനിക്ക് ഭ്രാന്തില്ല റസൂലേ, ഞാൻ ഒരു വ്യഭിചാരി തന്നെയാണ് റസൂലേ. അള്ളാന്റെ റസൂല് സ്വഹാബിമാരോട് പറഞ്ഞു, മായിസിന്റെ വായ ഒന്ന് വാസനിച്ചു നോക്കൂ, മായിസ് കള്ള് കുടിച്ചിട്ടാണോ ഈ വർത്താനം പറയുന്നത്? അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് മായിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലേ ഞാൻ കള്ള് കുടിച്ചിട്ടില്ല റസൂലേ, എനിക്ക് ജുനൂനില്ല റസൂലേ, ഞാൻ ഷാരിബുൽ ഖംറല്ല റസൂലേ. അപ്പോഴാണ് അള്ളാന്റെ റസൂൽ ഒരു കുഴി കുഴിച്ചിട്ട് മായിസിനെ ആ കുഴിയിലേക്ക് ഇറക്കി. മായിസിന്റെ ശരീരത്തിന്റെ അരവരെ മണ്ണിട്ട് മൂടുകയാണ്. സ്വഹാബിമാർക്ക് നിർദ്ദേശം നൽകി, മായിസിന്റെ ശരീരത്തിലേക്ക് നിങ്ങൾ കല്ലെടുത്തെറിയുവീൻ. സ്വഹാബിമാര് മുഴുവനും മായിസ് എന്നവരുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ കല്ലുകൾ എറിയുമ്പോൾ ഒരു സ്വഹാബിയതാ കാലിന്റെ ചെരുപ്പൂരിയിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് മായിസ് എന്നവരുടെ ശരീരത്തിലേക്ക് ആ ചെരുപ്പ് കൊണ്ട് എറിയുകയാണ്. എറിയുമ്പോൾ ആ സ്വഹാബിയുടെ ചുണ്ടുകൾ ഇങ്ങനെ മന്ത്രിച്ചു എന്നാണ്, അഖ്ബത്തൽ മദീന, അള്ളാന്റെ റസൂലിന്റെ മദീനയാണോ നിങ്ങൾ വൃത്തികേടാക്കിയത്?
അള്ളാന്റെ റസൂലിന്റെ പരിശുദ്ധമായ പാവനമായ മദീനയാണോ നിങ്ങൾ വൃത്തികേടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് മായിസ് എന്നവരുടെ ശരീരത്തിലേക്ക് കാലിന്റെ ചെരുപ്പൂരിക്കൊണ്ടൊരു സ്വഹാബി എറിയുമ്പോ അള്ളാന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് എൻ്റെ മായിസിനെ പറ്റി മനസ്സിലാക്കിയത്? മായിസിനെ പറ്റി നിങ്ങൾ എന്താ ധരിച്ചു വച്ചത്? എൻ്റെ മായിസ് ചെയ്ത തൗബ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ആ മായിസ് ചെയ്ത തൗബയെങ്ങാനും മദീനയിലുള്ള മുഴുവൻ ആളുകൾക്കും വീതിച്ചു കൊടുത്താൽ പോലും എൻ്റെ മായിസ് ചെയ്ത തൗബയുടെ അടുത്തേക്ക് എത്താൻ കഴിയില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അള്ളാന്റെ റസൂൽ. ഒരാൾ തെറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ അയാളെ സമൂഹ മധ്യത്തിൽ വഷളാക്കുകയല്ല, മോശമായി ചിത്രീകരിക്കുകയല്ല. ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് മദീനയുടെ നേതാവ്, ലോകത്തിന്റെ നേതാവ്, നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാം മദീനയെ പ്രണയിച്ചേ മതിയാകൂ. അള്ളാന്റെ റസൂല് പറയാറുണ്ട്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന. അല്ലാഹുവേ, മദീനയോട് ഞങ്ങൾക്ക് വല്ലാത്തൊരു അനുരാഗം നൽകണമേ അല്ലാ. അള്ളാന്റെ റസൂലിന്റെ പ്രാർത്ഥന അങ്ങനെയായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന. മദീനയോട് ഞങ്ങൾക്ക് ഇഷ്ക് നൽകണേ, പ്രണയം നൽകണമേ. ഏതുപോലെ കഹുബ്ബിനാ മക്കത ഔ അശദ്. എങ്ങനെയാണോ ഞങ്ങൾ മക്കയെ സ്നേഹിച്ചത് അതിനേക്കാൾ ശക്തമായ രൂപത്തിൽ, അല്ലെങ്കിൽ അതുപോലെ മദീനയെ പ്രണയിക്കാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. റസൂലുള്ളാഹിക്ക് മദീനയോട് അത്രയും വലിയ ബന്ധമാണ്. മക്കയെ സ്നേഹിച്ച പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ 10 മടങ്ങ് ഇഷ്ടം ഞങ്ങൾക്ക് മദീനയോട് തരണേ എന്നാണ് പറയുന്നത്. മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് നബ്ബറല്ലാഹു മർഖദ, വന്യരായ ഉസ്താദ് അവറുകളുടെ ചരിത്രത്തിൽ കാണാം. ഉസ്താദ് അവറുകൾ മദീനയിലേക്ക് എത്തിയാൽ ഉസ്താദിന് ഇങ്ങനെ മദീനയുടെ ആ പരിശുദ്ധമായ ഹുജ്റത്തു ഷരീഫയുടെ അടുത്തേക്ക് പോകാൻ തന്നെ ഇടങ്ങാറാണ്, പ്രയാസാണ്. മഹാനവറുകളെ പറ്റി പറയാറുണ്ട്, വിദൂരതയിൽ നിന്ന് സലാം പറയാറുണ്ട് എന്ന്. അതിന്റെ അടുത്തേക്ക് പോയിട്ട് സലാം പറയാനുള്ള ധൈര്യമൊന്നും മൂപ്പർക്കില്ല. ഇഷ്ക് കൊണ്ട്, മഹബത്ത് കൊണ്ട്. ചില ആൾക്കാർ അങ്ങനെയാണ്. മഹബത്ത്, ഒരാളുടെയും മഹബത്ത് നമ്മൾക്ക് വർണ്ണിക്കാൻ കഴിയൂല. ഓരോ ആളുകളുടെയും മഹബത്ത് വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും. മഹാനവറുകൾ ഇങ്ങനെ വിദൂരതയിൽ നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറയാറുണ്ട് എന്ന് അത്തിപ്പറ്റ ഉസ്താദിന്റെ കൂടെ പോയ ആൾക്കാര് ഉസ്താദിനെ പറ്റി പറയുമ്പോ മഹാനവറുകളുടെ ഇഷ്കന്താണ്. അത് സുൽത്താനുൽ ആഷിഖീൻ തന്നെയാണ്, ആഷിഖീങ്ങളുടെ സുൽത്താനാണ്. പക്ഷേ ഒക്കെ മറച്ചു വെച്ചിട്ടാണ് അവർ നമ്മളിൽ നിന്ന് കടന്നുപോയത്. അവിടുത്തെ ഒരു നന്മ പോലും അവരുടെ ജീവിതകാലത്ത് പറയുന്നത് ഇഷ്ടപ്പെടാതെ അവർ എത്തിയ ഉന്നതമായ മഖാമ് പോലും ഒരാളോടും വെളിപ്പെടുത്താതെ വളരെ ഹുമൂലിലായി, അങ്ങനെ തന്നെ പറയാം, അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് മൂപ്പര് ജീവിച്ചു പോയത്. മഹബത്ത് നോക്കും. അങ്ങനെ ഒരാളെ നമ്മൾക്ക് ഇന്ന് കാണാൻ കഴിയുന്നുണ്ടോ? ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ മാതൃകാ പുരുഷന്മാരില്ല, മാതൃകാ യോഗ്യരായ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ആൾക്കാരില്ല. അതിന്റെ ഏറ്റവും വലിയ മാതൃകാ പുരുഷനെന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയ ഈ സമാന് കണ്ട പരസ്യമായിട്ട് ഈ സമാനിന് കാണാൻ പറ്റിയ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖയ്യൂം എന്ന് അറബികൾ വിളിക്കാറുള്ള വന്യരായ ശൈഖുനാ ഉസ്താദ് അവറുകൾ. കണ്ടതില്ല ഞാൻ സ്വഹാബത്താരെയും ഈ കണ്ണിലേ, കാണുവാനിനി സാധ്യമല്ല ഇല്ല അവരീ മണ്ണിലേ. എങ്കിലും ഞാൻ കണ്ടു നേരിൽ ഇബ്നു ഉമറിനെ പോലൊരാൾ, എന്തിലും തിരുമുസ്തഫ നബി ചര്യയെ തുടരുന്നൊരാൾ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്.
നേരായ ഉസ്താദിൻ്റെ മദീനയോടുള്ള പ്രണയമാണ് നമ്മൾ പറഞ്ഞത്. വിദൂരതയിൽ നിന്ന് സലാം പറയുന്ന ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്, അത് മഹബ്ബത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഞാൻ പറഞ്ഞു വന്നത് മദീനയോട് ഇഷ്കുണ്ടാകാൻ റസൂലുള്ള ദുആ ചെയ്തു എന്നാണ്. അങ്ങനെ ഇഷ്ക് സംഭവിച്ചു. റസൂലുള്ളാഹിക്ക് മദീനയോടും മദീനക്ക് റസൂലുള്ളാഹിനോടും ഇഷ്കുണ്ടായി എന്നാണ് ചരിത്രം.